ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ബ്രസീൽ മൊറോക്കോ പോരാട്ടം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു. ലാറ്റിൻ അമേരിക്കൻ മാജിക്കും ആഫ്രിക്കൻ കരുത്തും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഏറ്റവും വലിയ ക്യൂരിയോസിറ്റിക്ക് മറുപടി വന്നിരിക്കുകയാണ്. ഇരു ടീമുകളും ഓരോ ഗോളുകൾ അടിച്ചു, ഓരോ പോയിന്റുകളുമായി തുടക്കത്തിൽ തന്നെ നിരാശയോടെ പിരിയേണ്ടി വന്നു. ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ സമനില വലിയ ക്ഷീണമുളവാക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വിധത്തിലുള്ള ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു അവർ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത്. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലും ആഫ്രിക്കൻ കരുത്തന്മാരായ മൊറോക്കോയും നേർക്കുനേർ വന്നപ്പോൾ മൈതാനത്തിൽ അക്ഷരാർത്ഥത്തിൽ തീപാറുന്ന ഒട്ടനവധി നിമിഷങ്ങളും പിറന്നു. ആക്രമണ ഫുട്ബോളിന്റെ സൗന്ദര്യവുമായി വന്ന ബ്രസീലിനെ തങ്ങളുടെ പാറ പോലെയുള്ള പ്രതിരോധം കൊണ്ട് മൊറോക്കോ ശരിക്കും പരീക്ഷിച്ചു കളഞ്ഞു. അതെ, ആക്രമണ ഫുട്ബോളിന്റെ കനത്ത സമ്മർദ്ദവുമായി വന്ന കാനറികളെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ മൊറോക്കോ പൂട്ടിക്കെട്ടി. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ ഈ മത്സരത്തിന്റെ റിസൾട്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണർത്തുന്നത് തന്നെയാണ്. ബ്രസീൽ കോച്ച് തങ്ങളുടെ വിനാശകരമായ 4-3-3 അറ്റാക്കിംഗ് ശൈലിയിലാണ് ടീമിനെ ഇറക്കിയത്. മറുഭാഗത്ത് മൊറോക്കോ മധ്യനിരയിൽ ബ്രസീലിന്റെ പാസിംഗ് ലൈനുകൾ ബ്ലോക്ക് ചെയ്യുവാൻ കെൽപ്പുള്ള 4-1-4-1 എന്ന ഡിഫൻസീവ് ഫോർമേഷനെയുമാണ് ഇറക്കിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ബ്രസീലിനെ ഞെട്ടിച്ചുകൊണ്ട് മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് അബ്ദൽ ഹാമിദ് സാബിരി ഉതിർത്ത തന്ത്രപരമായ ഒരു കിഡിലൻ മൂവ് ഗോളി അലിസനെ കടന്ന് വലയിലേക്ക് എത്തി. സ്റ്റേഡിയം ഒന്നാകെ നിശബ്ദമായി പോയ നിമിഷങ്ങളായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് മഞ്ഞപ്പടയ്ക്ക് മുഴുവനും അക്ഷരാർത്ഥത്തിൽ ഷോക്കേറ്റതുപോലെ നിശബ്ദരായി നിൽക്കേണ്ടി വന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ അതിശക്തമായ ഒരു ആക്രമണത്തിൽ കൂടി ഒരു കിണ്ണം കാച്ചിയ ഷോട്ട് ഉതിർക്കുകയും അതിൽ കൂടി സമനില പിടിച്ചെടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ 20 മിനിറ്റ് സമയം വരെയോളം ബ്രസീലിനെ കാണാനില്ല എന്നുള്ള സാഹചര്യമായിരുന്നു അവിടെ വരെ ഉണ്ടായിരുന്നത്. അത്രമേൽ സമ്പൂർണ്ണ ആധിപത്യം മൊറോക്കോ തുടക്കത്തിൽ തന്നെ ബ്രസീലിന്റെ മേൽ സ്ഥാപിച്ചു കളഞ്ഞു. ബ്രസീലിനെതിരായി മൊറോക്കോ ആദ്യ ഗോൾ നേടിയപ്പോൾ തുടർന്ന് ലോകം കണ്ടത് ബ്രസീൽ തന്റെ വിശ്വരൂപം കാട്ടുകയും മത്സരത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന മനോഹരമായ മുഹൂർത്തങ്ങളാണ്. തുടർന്ന് അവസാന നിമിഷം വരെ തീപാറുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങളാണ് സംഭവിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷെ ഇരുഭാഗത്തും ഗോളുകൾ മാത്രം അകന്നു നിന്നു. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റുമായി ഇരു ടീമുകൾക്കും പിരിഞ്ഞു പോകേണ്ടിയും വന്നു. ഇന്നത്തെ കളിയിൽ ബ്രസീലിയൻ ടീമിന്റെ വ്യക്തിഗത മികവിനെ പറ്റി എടുത്തു പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതിൽ ഒന്ന് വിനീഷ്യസ് ജൂനിയർ. ടീം കടുത്ത സമ്മർദ്ദത്തിലായപ്പോൾ കൃത്യസമയത്ത് ഗോൾ നേടി ബ്രസീലിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് വിനീഷ്യസിന്റെ തനതായ മികവാണ്. എന്നാൽ ഇതിനിടയിൽ തന്നെ പിഴവുകളും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളും പലവരു പിറവികെടുക്കുന്നതും കാണുവാൻ കഴിഞ്ഞു. 21-ാം മിനിറ്റിൽ സാബിരിക്ക് ഷൂട്ട് ചെയ്യുവാൻ ബോക്സിന് വെളിയിൽ ആവശ്യത്തിന് സ്ഥലം നൽകിയത് ബ്രസീൽ ഡിഫൻസിന്റെ ഏറ്റവും വലിയ പിഴവായിരുന്നു. കൂടാതെ ഫിനിഷിംഗിലെ പോരായ്മ അത് തുടക്കം മുതൽ നിഴലിച്ചു നിൽക്കുന്നതും നാം കണ്ടു. സമനില ഗോളിന് ശേഷവും രണ്ടാം പകുതിയിലും റഫീഞ്ഞയ്ക്കും മിഡ്ഫീൽഡർമാർക്കും ലഭിച്ച മികച്ച അവസരങ്ങൾ മൊറോക്കൻ കോട്ടയ്ക്കുള്ളിൽ വെച്ച് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതേസമയം തന്നെ റൊമൈൻ സായിസിന്റെ നേതൃത്വത്തിലുള്ള മൊറോക്കോ പ്രതിരോധം അത് ഇന്നും മികച്ചതായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 29 മത്സരങ്ങൾ വിജയിച്ച് ബ്രസീലിന്റെ മേൽ കൂടി ആധിപത്യം പുലർത്തി തോൽവി അറിയാത്ത 30 മത്സരങ്ങൾ എന്ന വലിയ നേട്ടത്തിലേക്ക് ഓടിയെടുക്കുവാനെത്തിയ മൊറോക്കോ ആദ്യ ഗോൾ വഴങ്ങിയതിനു ശേഷവും വിനീഷ്യസിനും കൂടുതൽ സ്പേസ് നൽകാതെ അവർ കോട്ട കാത്ത് കളിച്ചു. വിനീഷ്യസിന്റെ വേഗതയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ അഷ്റഫ് ഹക്കീമിയുടെ ഡിഫൻസീവ് ടാക്കിളുകൾക്ക് കഴിയുകയും ചെയ്തു. പക്ഷേ മൊറോക്കോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ബ്രസീൽ ഗോൾ മടക്കിയതിനു ശേഷം കൗണ്ടർ അറ്റാക്കുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. ബോൾ പൊസിഷന് ബ്രസീലിന് കൂടുതൽ മേധാവിത്വം നൽകിയത് കളിയിലുടനീളം അവർക്ക് സമ്മർദ്ദമുണ്ടാക്കി. ചുരുക്കത്തിൽ സാബിരിയിലൂടെ ആദ്യം ലീഡെടുത്തിട്ടും അത് നിലനിർത്തുവാൻ മൊറോക്കോയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ ബ്രസീലിനെ പോലൊരു വമ്പൻ ടീമിനെ 1-1 സമനിലയിൽ തളയ്ക്കുവാനായത് മൊറോക്കോയുടെ വലിയ നേട്ടം തന്നെയാണ്. ബ്രസീലിനാകട്ടെ അറ്റാക്കിങ്ങിലെ ഫിനിഷിംഗ് പോരായ്മകൾ വരും മത്സരങ്ങളിൽ വലിയ വെല്ലുവിളിയാവുകയും ചെയ്യും. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.